ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജനറൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, അതായത് ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ലയൻസിനോട് ചോദിക്കേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളതാണ്. ഫസ്റ്റ് വേണ്ടത് ഇൻകം ടാക്സിൻ്റെ യൂസർ നെയിം പാസ്വേഡും. ഇൻകം ടാക്സിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പാൻ തന്നെയാണ്. പാസ്വേഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻ കേസ് അത് ഫോർഗെറ്റ് ആവുകയാണെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്കത് റീസെറ്റ് ചെയ്യാം. അത് തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. ആധാർ OTP വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ DSC വെച്ചിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ITRൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, ഇങ്ങനെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാം. രണ്ടെന്ന് പറയുന്നത് ഫോം 16 അല്ലെങ്കിൽ 16A ആണ്. ഫോം 16 ജനറലി ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള, അതായത് സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഫോം 16 വരുന്നത്. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ ക്വാർട്ടറിലെയും ഒരു ഫോം 16 കൊടുക്കും. ഇയർ എൻഡിൽ ഒരു പാർട്ട് ബി എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഇൻകം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഫോമാണ്. അതുപോലെ തന്നെ സാലറീഡ് അല്ലാതെ വേറെ ഏത് ഹെഡിലാണെങ്കിലും നമുക്ക് TDS ഡിഡക്റ്റ് ചെയ്യുവാണെങ്കിൽ ജനറലി നമുക്ക് കിട്ടുന്നത് ഫോം 16A ആയിരിക്കും. നമ്മുടെ ഡിഡക്ടർ നമുക്ക് തരേണ്ട ഫോമാണ് ഫോം 16A. രണ്ടെന്ന് പറയുന്നത് 26AS ആണ്. 26AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട്, ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ 26AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം എല്ലാം കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് എത്ര TDS പിടിച്ചു, നമുക്ക് എത്ര ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും TCS കളക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലോ പർച്ചേസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് AIS എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് കൃത്യമായിട്ടും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ നമ്മുടെ ഇൻകം ഉണ്ട്, TDS പിടിച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ വർഷം ഡിമാൻഡ് വന്നിട്ടുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് വന്നിട്ടുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഷെയർ ട്രാൻസ്ഫറോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഷെയറിലൊക്കെ ജനറലി ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതും ഈ പറയുന്നത് പോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ AIS എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിൻ്റെ തന്നെ സൈറ്റിലേക്ക്, കംപ്ലയിൻസ് പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അതുപോലെ നമുക്ക് അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേറെ ഇൻകം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പറാണ് എന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഡിഡക്ഷൻസ് ആണ്. ഓൾഡ് സ്കീമിൽ ഉള്ളവർക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെ പ്രൂഫ്സാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LICയോ, ട്യൂഷൻ ഫീയോ, ലൈഫ് ഇൻഷുറൻസോ, മെഡിക്കൽ ഇൻഷുറൻസോ, അല്ലെങ്കിൽ നമ്മുടെ ATG ഡൊണേഷൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലയൻറ്റിനോട് ജനറലി ചോദിക്കണം ഈ പ്രൂഫ്സ് എന്തൊക്കെയാണ്, അതും തരുമോ, അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തരാനായിട്ട്. അല്ല നമ്മൾ സ്വയമാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് റീറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ടാക്സ് ചെല്ലാൻസ് ആണ്. ടാക്സ് ചെല്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000-ൽ കൂടുതൽ നമുക്ക് ടാക്സ് പേയ്മെൻറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്നുണ്ടെങ്കിൽ, ടാക്സ് ലയബിലിറ്റി 10,000-ൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് അസസ് ചെയ്തിട്ട് നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അടയ്ക്കാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ചെല്ലാൻസ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം. കാരണം അതിൻ്റെ അകത്തുള്ള VSR കോഡും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ടാക്സ് പെയ്ഡിൻ്റെ അണ്ടറിൽ നമ്മൾ പ്രീഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, നമ്മൾ ക്ലയൻസിനോട് ചോദിക്കുക, നമുക്ക് ITR ഫയൽ ചെയ്യാൻ എളുപ്പമായിരിക്കും.